പണ്ട് വാപ്പ തല്ലി വളർത്തി. കാരണം അന്ന് 16 മക്കളുണ്ട് വാപ്പാക്ക്. മക്കളുണ്ടാണ് ഓമയ്ക്ക കുത്തിയിടും പോലെ, പപ്പായ കുത്തി ഒന്നി കുത്തിയ പലത് ചാടും. അമ്മാതിരി മക്കളുണ്ടായി. ഇന്ന് വീച്ചു അവർച്ചു, നാം രണ്ട് നമുക്ക് രണ്ട്. ചിലർക്ക് ബറക്കത്തിന് വേണ്ടി അര മുറിയുള്ളൂ, അടിക്കൂല പിടിക്കൂല. അള്ളാന്റെ റസൂല് പറഞ്ഞൊരു വടി തൂക്കിയിട്ട വാപ്പ അള്ളാഹു ബറക്കത്ത്. എന്റെ വീട്ടിൽ 4 ചൂരല, അപ്പൊ 4 അനുഗ്രഹമാണ്. നമ്മളും അടിക്കൂല, പള്ളിക്കല മൂലയിൽ അടിച്ചാൽ അങ്ങേരെ നമ്മുടെ മകലിൽ നിന്ന് പുറത്താക്കും. ഞാൻ ബോൺവിറ്റയും ബൂസ്റ്റും കൊടുത്ത് വളർത്തണം, എന്റെ കുട്ടി അടിക്കാൻ നീ ആരുടെ മൂലിയാര്? മൂലിയാർ അടി കൊടുത്താൽ മൂലിയാർ ഒന്നാവാന്, മൂലിയാർ പടിക്ക് പുറത്ത്. ആർക്ക് നഷ്ടം? ആർക്ക് നഷ്ടം? എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത് ഒരു ബൂസ്റ്റും ബോൺവിറ്റായി അല്ല, 1 കിലോ ഹോർലിക്സിലുള്ള മുഴുവൻ പോഷകാഹാരവും ഒരു ചക്കക്കുരുവിന്റെ ഉള്ളിലുണ്ട്. നമ്മൾ കൊടുക്കേണ്ടത് മക്കൾക്ക് കൊടുത്തിട്ട് അടി കൊടുക്കൂല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ പാലിൽ ഹോർലിക്സ് അണ്ണാക്കിലോട്ട് തള്ളിക്കയറ്റും. 1 കിലോ ഹോർലിക്സിൽ ഏതൊക്കെ വൈറ്റമിൻസ് ഉണ്ടോ ആ വൈറ്റമിൻസ് മുഴുവനും ഒരു ചക്കക്കുരുവിലുണ്ട്. നിങ്ങൾ ചോദിച്ചോ ഡോക്ടർമാരോട്. ആ ചക്കക്കുരു ഉണക്കി അതിന്റെ മുകളിലെ ബ്രൗൺ കളറുള്ള പാട തോല് കളയാതെ ഉണക്കി പൊടിച്ചു കൊടുത്താൽ 1 കിലോ ഹോർലിക്സിന്റെ മക്കാമിലാണ്. വക്കാമത്ത് മക്കാമ ഇല്ലത്തി ഇല്ലത്തി. നമ്മൾ കൊടുക്കൂല. നമ്മൾ ഹോർലിക്സ് അവസാനം അവൻ 10 വയസ്സാകുമ്പോഴില്ല, 40 ദിവസമായ ബ്രോയിലർ കോഴി മാതിരി അവൻ കമന്നൊന്ന് വീണ കാല് ഒടിയും കൈ ഒടിയും. നമ്മുടെ ഉപ്പാപ്പ പ്ലാവിന്ന് വീണിട്ട് പോലും നഖം പോയിട്ടില്ല. കാരണം എല്ലിന് ബലമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വീട്ടിലൊരു വടി തൂക്കണം. എന്തിന്? നമ്മുടെ മക്കളെ തർബിയത്ത് ചെയ്യാൻ. സമയായോ? സമയായോ? ഇതങ്ങ് രസം പിടിച്ചല്ലേ? വിഷയത്തിന്റെ പകുതിയായില്ല. അള്ളാഹു പറയാൻ ബോധം നൽകട്ടെ, അള്ളാഹു പറയാൻ തൗഫീക്ക് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം നിങ്ങളുടെ വീടുകളിൽ ബറക്കത്തുണ്ടാകണോ? നിങ്ങളുടെ വീടുകളില്ലാത്ത നിങ്ങളുടെ വീടുകളിൽ എപ്പോഴും അള്ളാഹുവിന്റെ ദിക്റുകൾ, ഖുർആനുകൾ, സലാത്തുകൾ. മഗ്രിബ് കഴിഞ്ഞ് മക്കളെ ഇരുത്തിയിട്ട് സലാത്ത് ചൊല്ലിക്കണം. ഇത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കും. അള്ളാഹു തൗഫീക്ക് നൽകി. 2. അപ്പൊ 1 വിശദീകരിക്കാൻ സമയമില്ല, കുറെ സൂറത്തുകളൊക്കെ ഉണ്ട്. സൂറത്തുൽ ബഖറ ഓതണം. ശൈത്താൻ അവിടെ നിൽക്കൂല, ഓടും. നമ്മുടെ മക്കള് നല്ല രീതിയിലാവും. ദിവസവും ബഖറ ഓതണം വീട്ടിൽ. സഹീഹായ ഹദീസാണ്, റവാഹു മുസ്ലിം. 2, എല്ലാവരും പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഉസ്താദേ, വീട്ടിൽ ഒരു ബറക്കത്തും ഇല്ല, ആകെ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഏത് കച്ചവടം ചെയ്താലും രക്ഷപ്പെടില്ല, എന്ത് ചെയ്താലും സർവ്വതും പരാജയമാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു പിടുത്തൂല ഉസ്താദേ എന്ന് പറയുന്ന ആളുകളുണ്ട്. ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വീട്ടിലൊരു ബറക്കത്തില്ല. എന്താ കാരണം? ഇവിടെ എന്നെ നോക്ക്, എന്നേക്കാളും ഗ്ലാമറുള്ളവരൊക്കെ അവിടെ കാണുമെന്ന് നിങ്ങൾ നോക്കട്ടെ. ഇപ്പം നോക്കിയാൽ മതി. ഇപ്പം ഞാനാണ് ഇവിടുത്തെ മഹാനവറുകൾ. ഞാൻ പോയി കഴിയുമ്പോൾ ബാക്കി എല്ലാവരും. ഇപ്പം ഇവിടെ വാതു പറയണ ഈ സാധു, അങ്ങനെ നിങ്ങൾ കരുതിയാൽ മതി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വാതു പറയുമ്പോൾ അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് വാതു പറയാൻ വേണ്ടി സ്റ്റേജിൽ കയറി. അപ്പം എൻ്റെ ഉസ്താദുണ്ട് സദസ്സ്. ഞാൻ മീശ പൊടിച്ചിട്ടില്ല, ഹിഫ്ള് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അന്നേ ഇച്ചിരി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ നാട്ടുകാരൊരു പരിപാടി വെച്ചിട്ട് എൻ്റെ വാതു വെച്ചു. ഉദ്ഘാടനത്തിന് ഉസ്താദിനെ വിളിച്ചു. ഞാൻ എന്തായി, ഉസ്താദ് അവിടെ ഇരുന്നപ്പോൾ എനിക്കങ്ങ് ആകെ ബേജാറായി. ചക്ക കുഴയും പോലെ കുഴഞ്ഞ്. അപ്പോൾ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദെ എനിക്ക് പേടിയാവണം, ഉസ്താദുള്ള സദസ്സിൽ ഞാൻ എങ്ങനെയാ വാതു പറയാം? ഇപ്പൊ ഷാഫി ബാക്കി വേണം, മുത്തലിമിനോട് സംസാരിക്കാൻ അവനെ പേടിയാവൂല. അള്ളാഹു നല്ല നാഫിയായ ഇൽമ മുത്തലിങ്ങൾക്ക് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് എനിക്ക് പേടിയാവണം, ഉസ്താദ് ഇരിക്കണം സദസ്സ് സംസാരിക്കും. അപ്പൊ എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു, മോനെ നീ ഇപ്പൊ എന്നെ ഉസ്താദായിട്ട് കണക്കാക്കണ്ട, ഇപ്പൊ ഈ സദസ്സിൽ ഏറ്റവും വലിയ ആലിമനിയാണ്. അതാണ് ഉസ്താദന്മാരുടെ ഗുണദേശം. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഖൈറുണ്ടാവും. മോനെ നീ വഅ്ള് പറയാൻ കയറിയാ നീ പതറാതിരിക്കണമെങ്കിൽ ആ സദസ്സിൽ ഏറ്റവും വലിയ ആലിം അപ്പം നീയാണ് എന്ന് കരുതിയിട്ട് അങ്ങ് വഅ്ള് പറഞ്ഞോണു. ഞാൻ ഇന്നും അതുപോലെ തന്നെയാണ്. പിന്നെ അങ്ങോട്ട് പുറകോട്ടോ നോക്കൂല, പോക്കാൻ നമുക്ക് അറിയില്ല, ഉള്ളത് കൊണ്ട് പറയാം. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് ആഫിയത്തോടുള്ള ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ, ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. എൻ്റെ ഉസ്താദ് ഒരു വലിയ മഹാനായിരുന്നു, ഒരു കറാഹത്ത് പോലും ചെയ്യാത്തൊരു മഹാൻ. അള്ളാഹു ഖബറിടം വിശാലമാക്കട്ടെ. ശൈഖുനാ പി കെ കോയ മൗലാന നവർ അല്ലാഹു മർഖദ. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. 2, വീട്ടിൽ ഒരു ബറക്കത്തും ഇല്ല ഉസ്താദേ, ആകെ പ്രശ്നങ്ങളാണ്.
ഒരാൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. ഇങ്ങോട്ട് നോക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം തരട്ടെ. ആർക്കെങ്കിലും അങ്ങനെ ബറക്കത്തില്ലെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിക്കോളൂ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് അയാളോട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു. സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്, വിഷയം അവസാനിപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് വളരെ ദൂരത്തേക്കൊരു യാത്ര പോകേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ ഇൽമിന് ബറക്കത്ത് തരട്ടെ. എത്ര പറഞ്ഞു എന്നല്ല, പറഞ്ഞത് കൊണ്ടൊരു പരിവർത്തനം ഉണ്ടാകണം. നാളെ ഈ സദസ്സിലിരുന്ന ഓരോരുത്തർക്കും മാറ്റമുണ്ടാകണം. അലി റളിയല്ലാഹു അൻഹു, എന്റെ വീട്ടിലൊരു ബറക്കത്തില്ല, എന്റെ റിസ്കിൽ എപ്പോഴും പ്രയാസങ്ങളാണ്, കച്ചവടത്തിന് ബറക്കത്തില്ല, എന്റെ വീട്ടില് സമാധാനമില്ല. അമീറുൽ മുഅ്മിനീൻ, എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ വീട്ടില് ബറക്കത്തില്ല എന്ന് ആവരാതി പറഞ്ഞ ആ പുരുഷനോട് ചോദിച്ചു, പത്ര സഹോദരാ, നീ എപ്പോഴെങ്കിലും പൊട്ടിപ്പോയ ചീപ്പ് വെച്ചിട്ട് തല ചീവാറുണ്ടോ? നിന്റെ വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെടാനത് കാരണമായേക്കാ. ഓരോ കാരണങ്ങൾ ചോദിച്ചു, പൊട്ടിയ ചീപ്പ് വെച്ചിട്ട് തല ചീവാറുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ അങ്ങനെ തല ചീവാറില്ല. എന്നാൽ പൊട്ടിപ്പോയ പേന വെച്ച് എഴുതാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ പൊട്ടിപ്പോയ പേന വെച്ച് എഴുതാറില്ല. വീണ്ടും അദ്ദേഹം ചോദിച്ചു, പത്രേ, ഇതൊക്കെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. നീ വീട്ടിലെ മുതിർന്ന ആളുകളുടെ മുമ്പിലൂടെ ബഹുമാനമില്ലാതെ നടക്കാറുണ്ട് ചെറുപ്പക്കാരാ? അയാൾ പറഞ്ഞു, ഇല്ല, നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ, ജേട്ടന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, വാപ്പാട കൊച്ചാപ്പ പൂത്താപ്പ, ഇതുപോലെയുള്ള ബഹുമാനിക്കപ്പെടേണ്ടവരുടെ മുമ്പിലൂടെ ബഹുമാനമില്ലാതെ നടക്കാറുണ്ടോ? അവരുടെ മുകളിൽ കയറി ഇരിക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഓരോ കാരണങ്ങൾ ചോദിച്ചപ്പോ സാധാരണയായി ദാരിദ്ര്യവും പ്രയാസവും ഉണ്ടാകാനുള്ള കാരണം ചോദിച്ചു. അതിനെല്ലാം ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്ന് മറുപടി പറയവേ അവസാനം അലി റളിയല്ലാഹു തആല ചോദിച്ചു, പത്രേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിൽ നിന്റെ മാതാപിതാക്കളെ നീ വേദനിപ്പിക്കാറുണ്ടോ? അയാള് ചോദ്യം കേട്ട് തലകുനിച്ചു നിന്നു. ബലായ അമീറുൽ മുഅ്മിനീൻ, എന്റെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കാറുണ്ട്. നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറില്ല. എന്നാൽ അതാണ് നിന്റെ ജീവിതത്തിലും നിന്റെ വീട്ടിലും അനുഗ്രഹങ്ങൾ ഉയർത്തപ്പെടാനുള്ള കാരണമെന്ന് അമീറുൽ മുഅ്മിനീനും അലി റളിയല്ലാഹു അൻഹു ഓരോ മക്കളായ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നവരോട് നീ എവിടെയൊക്കെ എത്തിയാലും, താൽക്കാലിക നിനക്ക് ഇപ്പൊ ഇത്തിരി അനുഗ്രഹം കിട്ടിയാലും, നമ്മുടെ വീടുകളിൽ അനുഗ്രഹം ഉണ്ടാവണോ? നമ്മുടെ വീട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടു ആ വീടിന്റെ ഉള്ളിൽ മാതാപിതാക്കളുടെ മനസ്സ് വേദനിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്, അവരെ ദുഃഖിപ്പിക്കരുത്, അവരെ കണ്ണുനീര് വീഴ്ത്തരുത്. മാതാപിതാക്കളുടെ മനസ്സ് വേദനിച്ചാൽ ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം കരകയറില്ല, ആ വീട്ടിൽ പിന്നെ സമ്പത്തുണ്ടാവില്ല, ആ വീട്ടിൽ അല്ലാണ്ട് ബറക്കത്തുണ്ടാവില്ല. ഓരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞാൽ ഈ സമയം നമുക്ക് പരിമിതമായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, വാക്കവി ഇത്രയേറെ അവസ്ഥയും വകവെക്കാതെ പറയുന്നത് ഇതുകൊണ്ടൊരു മാറ്റമുണ്ടാകണം. നാളെ ഒരു ഉമ്മയുടെ ഹൃദയം സന്തോഷിക്കണം. പ്രിയപ്പെട്ട ഉമ്മ എന്ന് എന്റെ കാസറ്റ് കേട്ടിട്ട് എത്രയോ ഉമ്മമാരാണ് പറഞ്ഞത് വാക്കവേ. അത് കേട്ടിട്ട് എന്റെ മക്കൾ എന്നോട് വന്ന് പൊരുത്തം ചോദിച്ചു. അതേപോലൊരു സദസ് ഇവിടെ ഉണ്ടാകണം. എങ്ങനെയാണ് ഉമ്മയെ ദ്രോഹിക്കുന്നത്? എങ്ങനെയാണ് ഉമ്മയെ കരയിപ്പിക്കുന്നത്? പൊന്നുമോനെ, ഉമ്മയെ മറക്കാൻ കഴിയോ? സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ 7 സ്റ്റാർ സൗകര്യമുള്ള ഹോട്ടലിൽ പോയിട്ടതിന്റെ പരിപരുത്ത ഏറെ നനുനനുത്ത മെത്തയിൽ കിടക്കുന്നതിനേക്കാൾ വലിയ സുഖം എനിക്ക് തന്നത് ഏറ്റവും വലിയ മെത്തയേറാ.
ദാഹിച്ച് നിലവിളിച്ചു. അമ്മിഞ്ഞ പാലിന് വേണ്ടി കരഞ്ഞിട്ടു. ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് അമ്മിഞ്ഞ പാല് കുടിച്ചു. അവസാനം വയറ് നിറഞ്ഞു കഴിയുമ്പോ ആ സമയത്ത് ഉമ്മാന്റെ മാറിടത്തിന്റെ ഇടയിലേക്ക് ആ ചെറു ചൂടിലേക്ക് മുഖം ചേർത്ത് വെച്ചു. തോളിലേക്ക് ചാഞ്ഞു കിടക്കുമ്പോ ആ സമയത്ത് ഞാൻ അനുഭവിച്ച മൃദുലതയേക്കാൾ വലിയൊരു മൃദുലതയുള്ള പട്ടുമെത്ത ഞാൻ എന്റെ ജീവിതത്തിൽ കിടന്നിട്ടില്ല. അവരെത്ര രാത്രി നിനക്കുറക്കമൊടിച്ചതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. ഉമ്മാന്റെ മെത്തുമ്മാന്റെ നെഞ്ചല്ലേ നമ്മുടെ ആദ്യത്തെ മെത്ത. പൊന്നുമോനെ, ഉമ്മ എങ്ങനെയാണ് മറക്കുന്നത്?